ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾ കയ്പ്പൊക്കെ കൊണ്ടാണ്ട് ഉണ്ടാക്കാറാണോ പതിവ്? അതേ മേടിക്കുകയാണോ ചെയ്യുക? ഇപ്പോൾ വന്ന് ചോദിച്ചിൻ്റെ അടുത്ത് എന്തെന്നൊരു കയ്പ്പൊക്കെ വേണോ? ഏതായാലും കയ്പ്പൊക്കെ വീട്ടിലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കൊണ്ടാട്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മേടിച്ചോളിയും പറഞ്ഞു. അങ്ങനെ കൊടുന്ന് നോക്കുമ്പോൾ 7 കിലോനോളം കൊടുന്നിരിക്കുന്നു. കൊടുന്ന് നോക്കുമ്പോൾ നല്ല നീളമുണ്ട്, നല്ല വണ്ണമുള്ള കയ്പ്പൊക്കെ. അപ്പോൾ ഇത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ എവിടെയൊക്കെ കൊണ്ടുവരണമെന്ന് അറിയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്ത് മേടിച്ചത് നല്ലതുപോലെ കഴുകിയിട്ട് ആദ്യം, എന്നിട്ട് നല്ല വിനാഗിരി കുറേ ഒഴിച്ചിട്ടേ നല്ല വെള്ളത്തിലിട്ട് വെച്ച്, നിറയെ വിനാഗിരി ഒഴിച്ചു. എന്നിട്ട് 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ച്, എന്നിട്ട് പിന്നെ നല്ല കഴുകിയതിന് ശേഷം പിന്നെ പൈപ്പിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കാണിച്ചിട്ട് വേണം ഇത്ര കഴുകും. കാരണം ഇത് വിഷം പോകണമെങ്കിൽ പിന്നെ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചാൽ എത്ര പോവുള്ളൂ വിഷം ശരിക്കുള്ളത്. അങ്ങനെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വാര വെച്ചു. എന്നിട്ട് വാര വെച്ച് വെള്ളം പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ടൊക്കെ അരിഞ്ഞത്. കഷ്ണം ആക്കി വെക്കുമ്പോൾ നിറയെ ഉണ്ടേനു. കാരണം എന്നറിയോ, കഷ്ണം നുറുക്കി വെക്കുമ്പോൾ എൻ്റെ പാത്രത്തിലൊന്നും കൊള്ളണില്ല. ഞാനെന്നിട്ട് 3 പ്രാവശ്യമായിട്ടാണ് വാട്ടിയെടുത്തത്. വാട്ടിയിട്ട് ഓരോ പ്രാവശ്യം വാട്ടിയത് ഉണക്കി കിട്ടുമ്പോൾ പിന്നെയും വാട്ടി ഉണക്കുക. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ആ 7 കിലോ കയ്പ്പൊക്കെ ഉണക്കിയെടുത്തത്. ആദ്യം എന്ത് കാട്ടി, ചീനമുളക് ഇടും. നല്ല ചീനമുളക് വീട്ടിലുണ്ട്. അപ്പോൾ ഏതായാലും എരിവിനും നല്ലതല്ല, കൊളസ്ട്രോളിനും നല്ലതത്ര ചീനമുളക്. അപ്പോൾ അതിടുക. പിന്നെ അതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി എന്താക്കണമെന്ന് അറിയാം, വിഷത്തിന് നല്ലതാണ്. കയ്പ്പക്കയിൽ നല്ല വിഷം ഉണ്ടാവുമല്ലോ. അവിടെയും ഇവിടെയൊക്കെ നമ്മൾ കഴുകിയാലും പോവുകയാണെങ്കിൽ പോയി വിഷമുള്ളത് പൊയ്ക്കോട്ടെ വിചാരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും കല്ലുപ്പും ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കാൻ പറ്റില്ല. അപ്പം അത് കുടഞ്ഞെടുക്കുക ചെയ്തത്. അങ്ങനെ മറിച്ച് അതിന് ശേഷം എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തീരെ വെള്ളം ഒഴിക്കണില്ലാത്ത കാരണം എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ചാൽ വെള്ളം ഊർന്നു വരുള്ളൂ. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി എന്ന് കണ്ടാൽ ഇതുപോലെ തന്നെ ഒന്നുകൂടി മറിക്കുക. പിന്നെ അങ്ങനെ 2 പ്രാവശ്യം മറിച്ച് അത് നല്ല വേവിക്കണം എന്നില്ല, ഒന്ന് വാട്ടിയെടുക്കുക കൊണ്ടുവന്നുണ്ടോ. ഇപ്പോൾ അത് അറിയണ്ടായിരുന്നതായിരുന്നു പാത്രത്തിൽ. ഇപ്പോൾ വാടി വയ്ക്കുമ്പോൾ പകുതിയായി മാറി. എന്നിട്ട് എന്ത് കട്ടി ഒരു നെറ്റിലേക്ക് കോരിട്ടതിന് ശേഷം ചൂടാറിന് ശേഷം തട്ടുകൾ വെച്ചിട്ട് 2-3-4 തട്ടുണ്ടായിരുന്നു. അപ്പം തട്ടുകൾ വെച്ചിട്ട് അതിലൊക്കെ ഉണക്കിയെടുത്ത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പാത്രം ഉണക്കിയിട്ട് അങ്ങനെ ഉണക്കിയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം തട്ടുകളിൽ ഓരോ തട്ടിലും ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് എന്ത് ചെയ്യും, അടുപ്പ് കത്തിച്ച് കഴിക്കണ കാരണം നല്ല ചൂടാണ്. അപ്പോൾ അടുപ്പിൻ്റെ കണ്ടിയിൽ കൊടുന്നേക്കും ഉണങ്ങിയതും ഇതൊക്കെ. അപ്പോൾ നല്ല രാവിലെ നമുക്ക് നല്ല ഉണങ്ങി കിട്ടുമല്ലോ. മറ്റേതെന്താ പറയുക, ഒരു മണം വരുള്ളൂ. എന്നിട്ട് അങ്ങനെ ഉണക്കാൻ വെച്ച് നല്ല ഉണക്കി ഒരു 1.5 കിലോ ഇപ്പക്കോളം കിട്ടിയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ ഇതുപോലെ നമ്മൾ സീസൺ ആകുമ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.